സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. പരസ്പരം അറിഞ്ഞു സ്നേഹിക്കാൻ കഴിയുക എന്നത് ഒരു വ്യക്തിക്ക് വേണ്ട സ്വഭാവ വൈശിഷ്ട്യമാകുന്നു. സ്നേഹം എന്ന വികാരം പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. പുരുഷനായാലും സ്ത്രീ ആയാലും ഭർത്താവ്, ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, കാമുകർ എന്നിവർ ഓരോരുത്തരെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ പല ഭാവത്തിലൂടെ കണ്ട് സ്നേഹം പങ്കുവയ്ക്കുന്നു. അവയ്ക്കെല്ലാം സ്ഥായിയായ ഭാവം സ്നേഹം ഒന്നുമാത്രമാണ്. സ്നേഹം നമ്മിൽ തന്നെയാണ് ഒളിഞ്ഞുകിടക്കുന്നതും. ഖുറാനും ബൈബിളും പുരാണങ്ങളും എല്ലാം വിശ്വാസ്യതയാർന്ന സ്നേഹത്തിന്റെ മൂല്യത്തെ തന്നെയാണ് ഉദ്ഘോഷിക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും ഐക്യത്തിന്റെയും തത്വം തന്നെയാണ്. ബൈബിളിൽ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ക്രിസ്തുവചനം നാം മറ്റുള്ളവരെ അറിഞ്ഞു സ്നേഹിക്കാനുള്ള ചൂണ്ടുവിരലായി കാണാം. തനിക്കു വേണ്ടി ഇഷ്ടപ്പെടുന്നതെല്ലാം സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക, തനിക്ക് ഇഷ്ടപ്പെടാത്തത് സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാതിരിക്കുക എന്നാണല്ലോ നബിവചനം. അപ്പോൾ പരസ്പര സ്നേഹത്തിന്റെ ആഴം കൂടുകയേ ഉള്ളൂ. ഹൈന്ദവ പുരാണമായ രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ നിസ്വാർത്ഥമായ ആത്മബന്ധം മാതൃകയാക്കേണ്ട സ്നേഹത്തിന്റെ പര്യായമാണ്. രാമലക്ഷ്മണന്മാരുടെ സഹോദര സ്നേഹം, സീതയ്ക്ക് രാമനോടുള്ള ഭർതൃസ്നേഹം, ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള സ്നേഹം എല്ലാം അനുവചനീയമാണ്. മഹാഭാരതത്തിൽ കുരുപാണ്ഡവ സൈന്യങ്ങൾ യുദ്ധത്തിനായി അണിനിരന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ താൻ സ്നേഹിക്കുന്ന സുഹൃത്തായ അർജുനനു വേണ്ട ധൈര്യം പകർന്ന് ധൈര്യവാനാക്കി. കറകളഞ്ഞ സുഹൃത്ത് സ്നേഹബന്ധത്തിന് ഉദാഹരണമാണല്ലോ സഹപാഠികളായിരുന്ന കൃഷ്ണകുചേല ബന്ധം. സ്നേഹം കൊടുക്കലും വാങ്ങലുമായിട്ടാണല്ലോ നാം നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലും അന്യർക്കുപകാരം ചെയ്ത് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതായി കാണാം. ഉദാഹരണമായി നായ അവനെ സംരക്ഷിക്കുന്ന യജമാനനോട് കൂറുകാട്ടി സ്നേഹം കാണിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാനുള്ള ഒരു നന്മയുടെ മനസ്സിന്റെ ഉടമയായി നാം മാറണം. ഇന്ന് സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും ആപത്കരങ്ങളായ സംഘർഷങ്ങളും പോരാട്ടങ്ങളും വർദ്ധിക്കുന്നതിന്റെ കാരണം അന്യോന്യം അറിഞ്ഞു സ്നേഹിക്കാനും പ്രവർത്തിക്കാനും കഴിയാത്തതുകൊണ്ടാണ്. നിനക്ക് അഹിതമായത് എന്തോ അത് അന്യനും അഹിതമാണെന്ന് ധരിക്കണം. നിനക്ക് ഇഷ്ടമാവാത്തത് അന്യന് നൽകരുത്. ഇതാണ് യഥാർത്ഥ ധർമ്മവും സാരവും എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. മലയാളത്തിന്റെ സ്നേഹഗായകനായ കുമാരനാശാൻ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്ന് പറയുന്നു. മഹാകവി ഉള്ളൂരും ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. സ്നേഹമേ പരം സൗഖ്യം, സ്നേഹഭംഗമേ പരം ദുഃഖം എന്ന ജി ശങ്കരക്കുറുപ്പിന്റെ വരികൾ ഉദാത്ത സ്നേഹത്തിന്റെ പരിണത ഫലങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം ലോകത്തെ നിലനിർത്തുന്ന മഹത്തായ ഒരു ശക്തിയാണ്. സ്നേഹം നശിക്കുമ്പോൾ അവിടെ ജീവിതത്തിന്റെ ചൈതന്യവും നശിക്കും. രക്തബന്ധത്തെക്കാളേറെ ശക്തമായിരിക്കും നല്ല സുഹൃത്ത് ബന്ധം. നമ്മുടെ നന്മയ്ക്കായി ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവരെ വഞ്ചിക്കാതെ സ്നേഹിക്കണം. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ അനർത്ഥങ്ങളുണ്ടാക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തി സ്നേഹിക്കാനും നമുക്ക് കഴിയുമാറാകട്ടെ. രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9947545221.